പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 25 ബുധൻ. 1 കൊരിന്ത്യർ 8-9 വാക്യം. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതെ ഇരിപ്പാൻ നോക്കുവിൻ. വലിയ നോമ്പിൻ്റെ 10-ാം ദിവസം നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യം എന്നതാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയതായ ഈ വചനത്തിലൂടെ ഒരു വലിയ ആത്മീയ സത്യം നമുക്ക് തുറന്നു തരുന്നു. ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം സ്വാർത്ഥതയിലേക്കോ മറ്റൊരാളുടെ വീഴ്ചയിലേക്കോ നയിക്കരുത് എന്നോർമ്മിപ്പിക്കുന്നു. ഈ സന്ദേശത്തിൻ്റെ പ്രധാന ആശയം ഇതാണ്: എൻ്റെ സ്വാതന്ത്ര്യം ഒരിക്കലും മറ്റൊരാളെ തടസ്സപ്പെടുത്തരുത്. കൊരിന്ത്യ സഭയിൽ വിഗ്രഹാർപ്പിത മാംസം കഴിക്കുന്നതിനെക്കുറിച്ച് വിവാദമുണ്ടായിരുന്നു. ചിലർ വിഗ്രഹമില്ല എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നു, അറിവിനേക്കാൾ സ്നേഹമാണ് പ്രധാനം. മറ്റൊരാളുടെ മനസ്സാക്ഷി ബലഹീനമാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം അവനെ തകർക്കരുതെന്നും എന്ന് പറയുന്നു. ഇവിടെയാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഉയരം ദർശിക്കുവാൻ സാധിക്കുന്നത്. സ്നേഹം എന്നത് എനിക്ക് സാധിക്കുന്നത് പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് മറ്റൊരാളുടെ നന്മ ചെയ്യുന്നതാണ്. നോമ്പ് നമ്മുടെ അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ആത്മീയ ശാസനയാണ് എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാനും തീരുമാനിക്കാനും പ്രതികരിക്കാനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഓരോ സ്വാതന്ത്ര്യത്തിനും മുൻപിൽ ഇത് മറ്റൊരാളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുമോ അതോ തകർക്കുമോ എന്ന ചോദ്യം ഞാൻ ചോദിക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൽ പിതാവിന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് മക്കളുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കുമെങ്കിൽ ആ സ്വാതന്ത്ര്യം പിതാവ് ത്യജിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു യുവാവിന് പലതും കാണാനും കേൾക്കാനും അനുഭവിക്കാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് മറ്റൊരാളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നുവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തരുത്. ത്യാഗമില്ലാതെ സ്വാതന്ത്ര്യം ക്രിസ്തീയമല്ല എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. യേശു ഇതല്ലേ ചെയ്തത്? താൻ ദൈവിക മഹത്വം പിടിച്ചു പറ്റിയല്ല ജീവിച്ചത്. സ്നേഹത്തിനായി സ്വയം ശൂന്യമാക്കി ദാസനായി തീർന്നു. പാപമില്ലാത്തവനായ യേശു നമ്മുടെ പാപം മൂലം ക്രൂശിലേറി തൻ്റെ ജീവിതത്തെ സ്നേഹത്തിനായി വിട്ടുകൊടുത്തു. ഇത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതശൈലിയുമൊക്കെ മറ്റൊരാളുടെ വിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതെൻ്റെ ജീവിതമാണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യാമെന്ന മനോഭാവമല്ല നമുക്കുണ്ടാകേണ്ടത്. പിന്നെയോ, ഇതെൻ്റെ ജീവിതമല്ല, ക്രിസ്തുവിൻ്റെ ജീവിതമാണ് എനിക്കുള്ളത് എന്ന് പ്രഖ്യാപിക്കുന്ന തലത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ സഹോദരന് ഇടർച്ചയാകുന്നുവെങ്കിൽ താൻ ഒരിക്കലും മാംസം കഴിക്കുകയില്ല എന്ന്. ഇത് സ്നേഹത്തിൻ്റെ വലിയ ഉദാഹരണവും ഉത്തരവാദിത്വത്തിൻ്റെ പ്രകടനവുമല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ വലിയ നോമ്പിലൊരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്പെടണം. അതൊരിക്കലും ഇടർച്ചയാകാതെ ഇരിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം നമ്മുടെ അറിവിലല്ല, മറിച്ച് മറ്റൊരാളിനായി നാം എന്ത് ത്യജിക്കുന്നു എന്നതിലാണ്. ഈ ദിവസം ക്രിസ്തുവിൻ്റെ മാതൃക നോക്കി സ്വാതന്ത്ര്യം സ്നേഹത്തോടെ നിയന്ത്രിച്ച് മറ്റൊരാളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്ന വിശ്വാസികളായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സ്വാതന്ത്ര്യം അത് അവകാശത്തിനുപരി ഉത്തരവാദിത്തമാണ്. നമ്മുടെ വിശ്വാസം ഒരിക്കലും മറ്റൊരാളുടെ വീഴ്ചയായി തീരാൻ അനുവദിക്കരുത്. ദൈവം നമുക്ക് ഈ ആത്മീയ ജ്ഞാനം നൽകി നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം സ്നേഹത്തോടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റൊരാൾക്ക് ഇടർച്ചയാകാതെ അനുഗ്രഹമാകുവാൻ വഴി നടത്തണമേ. ക്രിസ്തുവിൻ്റെ ത്യാഗാത്മക സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.